കേരളത്തിൽ ഗ്യാലറിയിൽ ഇരുന്നല്ല, ഫീൽഡിലിറങ്ങി RSSനെ നേരിടുന്ന ഒരൊറ്റ സംഘടനയേ ഉള്ളൂ. അത് ക്യാമ്പസുകളിലാണെങ്കിൽ SFIയും, അത് രാഷ്ട്രീയത്തിലാണെങ്കിൽ ഇടതുപക്ഷവും. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പന്തളം NSS കോളേജിൽ ABVPയുടെ അക്കൗണ്ട് പൂട്ടിച്ചതിന് ശേഷം SFI ഉയർത്തിയ ബാനർ. ദൃശ്യം നോക്കിയേ. പോരാളികളുടെ ശബ്ദം, അത് പലസ്തീനിലായാലും പന്തളമായാലും ഒരേ സ്വരമാണ്. വിവേകാനന്ദയിലെ ABVPയുടെ ശവകുടീരത്തിന് പന്തളത്തെ SFIയുടെ റീത്ത്, ഗുഡ് ബൈ ABVP. ഇതുപോലൊരു ബാനർ നിങ്ങൾക്ക് കേരളത്തിന്റെ കലാലയത്തിലോ മറ്റെവിടെയെങ്കിലും KSUക്കാരോ MSFകാരോ മറ്റ് ഇതര രാഷ്ട്രീയ സംഘടനകളോ ഉയർത്തി കാണാൻ കഴിയും? ABVPയെ കേരളത്തിലെ ക്യാമ്പസുകളിൽ നേരിട്ട് ഗ്യാലറിയിൽ ഇരുന്നല്ലാതെ ഫീൽഡിൽ നിന്ന് ഏറ്റുമുട്ടുന്ന ഒരേ ഒരു സംഘടന ഏതാണ്? MSF എന്നാണോ പേര്? അല്ല, SFI എന്ന് മാത്രമാണ് അതിനുള്ള പേര്. അത് കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നേമത്ത് അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമാണ് സംഘപരിവാറുകാർ കേരളത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാവിയണിയിക്കുമ്പോൾ അതിനെതിരെ പോരാടാനുള്ളത്, അതിനെതിരെ ശബ്ദമുയർത്താനുള്ളത്. ഗ്യാലറിയിൽ ഇരുന്ന് മൈക്കുകളുടെ ക്യാമറയ്ക്ക് മുന്നിൽ 4 ഡയലോഗ് അടിച്ചതിന് ശേഷം പൊടിയും തട്ടി പോകുന്നവർ ഒരിക്കലും ഫീൽഡിലിറങ്ങി കളിക്കാറില്ല. അങ്ങനെ ഫീൽഡിലിറങ്ങി കളിച്ച ഉദാഹരണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിന് ഒന്ന് തുറന്നു കാട്ടിക്കൊടുക്കൂ. കേരളത്തിലെ 4ഓളം സർവകലാശാലയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നു. അതിലെവിടെയാണ് KSUO, MSFO അല്ലെങ്കിൽ UDSF എന്ന സംഘടന ABVPയുടെ ഒരു കോട്ട പിടിച്ചെടുത്തത്? അങ്ങനെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് കാണിക്കാനുണ്ടോ? ഇല്ലല്ലോ. കേരളത്തിന്റെ രാഷ്ട്രീയത്തിലെടുത്താൽ നേമത്ത് അക്കൗണ്ട് പൂട്ടിച്ചത് ആരാണ്? തുറന്നുകൊടുത്ത കോൺഗ്രസ്സുകാരും ഒടുവിൽ പൂട്ടിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്തമായി. അതുപോലെ പന്തളത്തുൾപ്പെടെ പല കോളേജുകളിലും ABVP പാലമിട്ട് കയറി വരുന്നത് KSUവിന്റെ തോളിലൂടെയാണ്. MSF പുറകിൽ നിന്നൊരു ചെറിയ ഉന്തു കൊടുക്കും. ഏറ്റവും ഒടുവിൽ ആ അക്കൗണ്ട് കാലടി വിവേകാനന്ദ കോളേജിലെ പോലെ തന്നെ പന്തളത്തെ RSS കോട്ടയിലെ ആ NSS കോളേജ് പിടിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും SFI RSSനെ ക്യാമ്പസുകളിൽ നിന്ന് വേരോടെ പിഴുതെടുത്ത് പുറത്തെറിയുന്നുണ്ട് എന്നതിന്റെ തെളിവാണ്. ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ നിന്ന് തുടങ്ങേണ്ട ആ ശുദ്ധികലശം അവർ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. കേരളത്തിലെ മാധ്യമ മൈക്കുകൾക്ക് മുന്നിൽ വർഗീയതയ്ക്കെതിരെ പോരാടുന്നവർ എന്ന് ഗീർവാണങ്ങൾ അടിക്കുന്നവരുടെ ഒരു ഉദാഹരണം ഒന്ന് കാട്ടിത്തന്നാൽ അവർ മിടുക്കന്മാരാണെന്ന് സമ്മതിച്ചു കൊടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. എന്തായാലും സർവകലാശാലകളിലെ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ കലാലയങ്ങളിൽ നിന്ന് ABVPയെ പടിയടച്ച് പിണ്ടം വയ്ക്കാൻ SFIക്ക് കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു നേട്ടമാണ്. അത് അവരുടെ നാഗ്പൂർ എന്ന് കരുതിയിരുന്ന പല കലാലയങ്ങളും തിരിച്ചു പിടിക്കുന്നതിലൂടെ ഈ നാട്ടിലെ ചില ക്യാമ്പസുകളിൽ ജനാധിപത്യം പുലർത്താൻ SFIക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിനന്ദനാർഹമായ നേട്ടം തന്നെയാണ്.